ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ. ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്, അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടല്ല. വെള്ളം ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കുറച്ച് എരിവൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കുക, ഇല്ലെങ്കിൽ വലിയ ആളുകൾക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 4 ഉരുളക്കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് ഞാനിപ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തതാണ്. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സവോളയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഉരുളക്കിഴങ്ങിലെ വെള്ളം മാറ്റിയെടുത്തതാണ്. ചെറിയൊരളവിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു നനവുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് വെള്ളം മാറ്റിയെടുക്കണം എന്നില്ല. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ആദ്യം നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വീണ്ടും മുളക് പൊടി ചേർക്കേണ്ടി വരും. ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ ഗരം മസാലപ്പൊടി. ഒരു 3/4 ടീസ്പൂൺ തന്നെയാണ് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പില. 2 or 3 ചേർക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കണം. മിനിമം അരമണിക്കൂർ വയ്ക്കുക. കൂടുതൽ സമയമുണ്ട് നിങ്ങളുടെ അടുത്തുനിന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ കൂടുതൽ ക്രിസ്പി ആയിട്ട് വേണം ഉരുളക്കിഴങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ക്രിസ്പി ആയിട്ടല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് അരിപ്പൊടി ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് വയ്ക്കാം കേട്ടോ. മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ പിടിച്ച് വരട്ടെ. നമുക്കിതിനി എടുത്ത് വയ്ക്കാം. ഈ സമയത്ത് നമ്മുടെ സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ബൗളിലേക്കാണ് കട്ട് ചെയ്തിടാൻ പോകുന്നത്. നമ്മുടെ സവോള നേരെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഈ നടുഭാഗത്തുള്ള ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റുക. വീണ്ടും ഒന്ന് കുറുകെ കട്ട് ചെയ്യുക. അതിനുശേഷം കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുക. തിന്നാവരുത്, കുറച്ച് തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ തിക്കായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മുടെ സവോള കൂടെ ചേർത്ത് വേവിക്കാനല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാനാണ്. അപ്പോൾ സവോളയിൽ കടിക്കാൻ കിട്ടണം നമുക്ക് കറി ഉണ്ടാക്കി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ കട്ട് ചെയ്ത് വെക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സവോള വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ എത്ര സവോള വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു സവോള എടുത്തുവെന്നേ ഉള്ളൂ. 2 സവോള വേണമെങ്കിൽ 2 സവോളയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലെ റെഡിയാക്കി വെക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം റെഡിയാക്കാൻ പോകണ്ടല്ലോ. ആദ്യമേ എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ നീക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഇത് ചെയ്യാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു വെള്ളത്തിലോട് കൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ഇളക്കിയൊന്നും കൊടുക്കണ്ട, ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അടച്ചന്നെ വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊന്നും ഇനി ചേർക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ആദ്യം ഇതുപോലെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് അടച്ചു വെച്ചിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് ആ വെള്ളവും വെളിച്ചെണ്ണയും എല്ലാം നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ, വെള്ളമുള്ള സമയത്ത് തന്നെയാണ് നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ലാസ്റ്റ് മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ കരിഞ്ഞു പോകും. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ചേർക്കുന്നത്
2 പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവും കൂടി നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിച്ചോളും. ഇനി ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുക. ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കാതെ നിങ്ങൾ ഈ റെസിപ്പി ചെയ്യരുത് കേട്ടോ. ഗരം മസാലപ്പൊടി ചേർത്താലേ പെർഫെക്റ്റായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് ആവുള്ളൂ. നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് ആ ഗരം മസാലപ്പൊടിയൊക്കെ ചേർന്ന് വരുമ്പോഴാണ് നല്ലൊരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്കിത് വീണ്ടും അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഇതുണ്ടോ വറ്റി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഉരുളക്കിഴങ്ങ് കുക്കായി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർക്കാനില്ല, ഒരു ഹാഫ് കുക്കാവുന്നത് വരെ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ തീരെ വലിപ്പം കുറച്ചും കട്ട് ചെയ്യരുത്, നന്നായിട്ട് വലിപ്പം കൂട്ടിയും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്യുക. തീരെ വലിപ്പം കൂട്ടി നന്നായിട്ട് വലിപ്പം കൂട്ടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ തീരെ വലിപ്പം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോകും. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇളക്കി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട കറിയാണ്, അതുകൊണ്ടാണ് ചെറുതായിട്ട് കട്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇതാ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാനിടുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം കേട്ടോ. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഉരുളക്കിഴങ്ങിൻ്റെ നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്തിരുന്നത്. കുഴിവെള്ള ചീനച്ചട്ടിയിൽ ഈ റെസിപ്പി ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കുറച്ച് വൈഡായിട്ടുള്ള ഒരു പാനിൽ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഉരുളക്കിഴങ്ങ് കട്ടാവുന്നുണ്ടോ എന്നുള്ളത്. ഇത് കണ്ടോ കട്ടായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഉണ്ടല്ലോ, സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ട് ഒരുപാട് ഇളക്കൊന്നും വേണ്ട. വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് അടച്ചു വയ്ക്കാം. ഇനി ആ സവോളയും കൂടി ഈ ആവിയിലൊന്ന് വെന്ത് വരട്ടെ. ഒരുപാട് സവോള ഓവർ കുക്കായി പോകരുത്, ചെറുതായിട്ടൊന്ന് കുക്കാവാനേ പാടുള്ളൂ. നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ പാകത്തിൽ നമ്മൾ സവോള കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കുക്കായി വരട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ സവോള ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റായി. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. കണ്ടോ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് വയ്ക്കുക. ആവിയിൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മിനിറ്റ് തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് വീണ്ടും കട്ട് ചെയ്ത് ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് എരിവുണ്ടാവും. നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി എരിവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കാം. വളരെ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു കുത്തൽ വരും കുക്കായി വരുമ്പോൾ. പച്ചമുളക് നമ്മൾ വഴറ്റിയൊന്നല്ലല്ലോ എടുക്കുന്നത്, ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യല്ലേ. ഇത് ചെറുതായിട്ടൊരു പച്ചമുളകിൻ്റെ കുത്തൽ വരും. അത് മാറാനായിട്ട് ഒരു 2 പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വീണ്ടും കറിവേപ്പിലയാണ്. കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ ധാരാളമായിട്ട് ചേർത്തോളൂ കേട്ടോ, നന്നായിട്ട് ടേസ്റ്റ് കൂടുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈയുടെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. പൊറോട്ടയുടെ കൂടെ വേണമെങ്കിലും ഗ്രേവി ഇല്ലാതെ കഴിക്കുന്ന ആൾക്കാർക്ക് കഴിക്കാം. ഗ്രേവിയോടുകൂടി കഴിക്കുന്ന ആളുകൾക്ക് വേറെ കറിയും കൂടി നോക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുണ്ടോ ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാത്തത്. നമ്മൾ ഇത്രയും വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തതുകൊണ്ടാണ് ഇളക്കുമ്പോൾ ഉടഞ്ഞു പോകാതിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.